നമസ്കാരം, ന്യൂസ് ടുഡേയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മലബാർ TMT 500D സ്റ്റീൽ ബാർസ്. ജിഷ കൊലക്കേസിൽ പ്രതിയെക്കുറിച്ച് സൂചന കിട്ടിയെന്ന് പോലീസ്. കൊലയാളി പെൺകുട്ടിയുമായി അടുപ്പമുള്ളയാൾ. കൊലപാതകം ആസൂത്രിതമെന്ന ADGP പത്മകുമാർ. മൃതദേഹം ദഹിപ്പിക്കാൻ അനുവദിച്ച പോലീസിന്റെ കത്ത് പുറത്ത്. ദഹിപ്പിച്ചത് പോലീസ് പറഞ്ഞ പ്രകാരമെന്ന് ശ്മശാനം സൂക്ഷിപ്പുകാരൻ. ഒരാൾ വിളിച്ചു പറയുമ്പോഴത്തേ ഇന്ന ആലപ്പുഴയിൽ നിന്ന് വന്നാണ്, വഴി ബ്ലോക്കാണെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് നമ്മൾ വെയിറ്റ് ചെയ്തു, മേലുദ്യോഗസ്ഥന്മാർ പറഞ്ഞിട്ട്. കേസിൽ ഇപ്പോൾ ഇടപെടുന്നില്ലെന്ന് ഹൈക്കോടതി. CBI അന്വേഷണത്തിന് സന്നദ്ധമെന്ന് കേന്ദ്രം. ദളിത് പെൺകുട്ടിയെ ക്രൂരമായി കൊന്നിട്ടും സർക്കാർ ഒന്നും ചെയ്തില്ലെന്ന് നരേന്ദ്രമോദി. പ്രധാനമന്ത്രി വില കളയരുതെന്ന് ചെന്നിത്തലയുടെ മറുപടി. ഭരണകൂടത്തിന് വീഴ്ച പറ്റിയെന്ന് ദേശീയ വനിതാ കമ്മീഷൻ. അമ്മ വിലക്കിയിട്ടും ജഡം കത്തിച്ചതിൽ ദുരൂഹതയെന്ന് പിണറായി. പെരുമ്പാവൂരിൽ LDFന്റെ രാപ്പകൽ സമരം. നീറ്റിൽ ഇളവുമായി മെഡിക്കൽ കൗൺസിൽ. സർക്കാർ കോളേജിലേക്ക് സംസ്ഥാന പരീക്ഷയിൽ നിന്ന് പ്രവേശനമാകാം. സ്വകാര്യ കോളേജുകൾക്ക് ഇളവില്ല. പ്രശ്നപരിഹാരത്തിന് ഉന്നതതല യോഗം വിളിച്ചതായി കേന്ദ്രം. ഉത്തരാഖണ്ഡിൽ ചൊവ്വാഴ്ച വിശ്വാസ വോട്ടെടുപ്പ് നടത്താൻ സുപ്രീം കോടതി ഉത്തരവ്. അയോഗ്യരാക്കപ്പെട്ട 9 MLA-മാർക്ക് വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ പറ്റില്ല. വിമത MLA-മാരുടെ ഹർജി നാളെ ഹൈക്കോടതിയിൽ. ദില്ലിയിൽ കോൺഗ്രസിന്റെ ജനാധിപത്യ സംരക്ഷണ മാർച്ച്. സോണിയയും രാഹുലിനെയും മൻമോഹൻ സിംഗിനെയും തടഞ്ഞുവെച്ചു. വിമർശനങ്ങളെ നേരിടാൻ വ്യാജാരോപണങ്ങൾ ഉന്നയിക്കുന്നുവെന്ന് സോണിയ. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാടിൽ വമ്പൻ സ്രാവുകളെ പിടികൂടുമെന്ന് കേന്ദ്രം. AK ആന്റണി അന്വേഷണം പ്രഖ്യാപിച്ചത് ഗതികെട്ടപ്പോഴെന്ന് പരീക്കർ. BJPയുടെ ആരോപണങ്ങൾ പെൺസിംഹമായ സോണിയെ പേടിച്ചാണെന്ന് കോൺഗ്രസ്. മഹാരാഷ്ട്രയിലെ ബീഫ് നിരോധനം ഹൈക്കോടതി ശരിവച്ചു. വ്യവസ്ഥകൾ ഭേദഗതി വരുത്തി. കന്നുകാലികളെ കൊല്ലുന്നതിന് നിരോധനം. ബീഫ് കൈവശം വയ്ക്കുന്നതും കഴിക്കുന്നതും കുറ്റമല്ല. പനമ രേഖകളിന്മേൽ നിലപാട് കടുപ്പിച്ച് റിസർവ് ബാങ്ക്. വിദേശത്ത് കമ്പനി തുടങ്ങിയ ബച്ചനടക്കമുള്ളവരുടെ വിവരം തേടി. പുറത്തേക്ക് പണം അയച്ചതിന്റെ വിശദാംശങ്ങൾ ആരാഞ്ഞു. ന്യൂസ് ടുഡേയിലേക്ക് വിശദമായി. പെരുമ്പാവൂർ ജിഷ കൊലക്കേസിൽ പ്രതിയെ കണ്ടെത്തിയെന്ന് സൂചന നൽകി പോലീസ്. ജിഷയുമായി അടുപ്പമുള്ളയാളാണ് കൊല നടത്തിയത് എന്നാണ് പോലീസ് നൽകുന്ന സൂചന. കൊലപാതകം ആസൂത്രിതമാണെന്നും കൃത്യം ചെയ്തത് ഒരാളാണെന്നും ADGP പത്മകുമാർ പറഞ്ഞു. മറ്റാരെങ്കിലും സഹായിച്ചോ എന്ന് തുടരന്വേഷണത്തിൽ വ്യക്തമാകും. പ്രതിയെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് ADGP അറിയിച്ചു. ജിഷയുടെ കൊലപാതകം ആസൂത്രിത കൊലപാതകമാണെന്ന് ADGP K പത്മകുമാർ പറഞ്ഞു. കുറ്റവാളികളെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നും ADGP പറഞ്ഞു. ഞങ്ങളുടെ ഇപ്പോഴത്തെ എവിഡൻസ് അനുസരിച്ചും ഒരാൾ തന്നെയാണെന്നുള്ള കൺക്ലൂഷനാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇനി അന്വേഷണത്തിൽ ഓരോ എവിഡൻസ് മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ എവിഡൻസ് കിട്ടുമ്പോൾ മാറ്റം വരുമെന്ന് പറയാൻ കഴിയില്ല. കാരണം അതല്ല ഫൈനൽ. പക്ഷെ ഞങ്ങൾ ഇപ്പോഴത്തെ അനുമാനം അതാണ്. ഇത് പ്ലാൻഡ് ആയിട്ടുള്ളൊരു മർഡർ ആണെന്നാണോ അതോ യാദൃശ്ചികമായി സംഭവിച്ചൊരു അറ്റാക്ക് ആണെന്നാണോ? യാദൃശ്ചികമായിട്ട് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. പ്ലാൻഡ് ആയിട്ട് ചെയ്തത് തോന്നുന്നു. അന്വേഷണത്തിൽ പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടില്ല. ദൃക്സാക്ഷികളില്ലാത്ത കൊലപാതകത്തിൽ ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കാൻ പോലീസിന് സമയം ആവശ്യമായിരുന്നുവെന്നും ADGP പറഞ്ഞു. കേസിൻ്റെ സ്വഭാവം കൊണ്ടാണ് സമയമെടുക്കുന്നത്. അത് കാരണം ഐ വിറ്റ്നസ്സസ് ഇല്ല, സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസ് എടുക്കണം, ചുറ്റുമുള്ള ആളുകളുടെ എവിഡൻസ് എടുക്കണം. പിന്നെ അവിടെ ഒരു സെക്യൂർഡ് ഏരിയ ആയതുകൊണ്ട് ക്യാമറാസ് ഒന്നും ഇല്ലാത്ത സ്ഥലമാണ്. ഒരു സിറ്റിയിലാണ് ക്യാമറാസ് ഉണ്ടാവും. പിന്നെ അധികം വാഹനം ഇല്ലാത്ത സ്ഥലമാണ്. അപ്പോൾ ഈ കാര്യങ്ങളെ കൊണ്ടാണ് ഇതിന് സമയമെടുക്കുന്നത്. കൊല്ലപ്പെട്ട ജിഷയുമായി അടുത്ത പരിചയമുള്ള ആളാണ് കൊലയാളിയെന്ന് പോലീസ് സൂചിപ്പിച്ചു. ഇയാൾക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചോ എന്ന് പരിശോധിക്കുകയാണെന്നും പോലീസ് പറയുന്നു. റിപ്പോർട്ടർ, കൊച്ചി. ഈ വിഷയത്തിൽ CPM നേതാവ് A സമ്പത്ത് MP, കോൺഗ്രസ് നേതാവ് N വേണുഗോപാൽ, സാമൂഹ്യ പ്രവർത്തകയും എഴുത്തുകാരിയുമായ P ഗീത, മുൻ റിട്ടയർഡ് പോലീസ് ഓഫീസർ സുഭാഷ് ബാബു, CPM പെരുമ്പാവൂരിലെ CPM നേതാവും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ NC മോഹനൻ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ A സമ്പത്ത് MP, ഇന്നിപ്പോൾ DGP പറയുന്നു, ഇന്നലെയും DGP പറഞ്ഞു, അന്വേഷണം പുരോഗമിക്കുകയാണ്, വീഴ്ചയില്ല, ആരെയെങ്കിലും പ്രതിയാക്കി തലയൂരാനൊന്നും പോലീസിനെ കൊണ്ട് കഴിയില്ല, യഥാർത്ഥ പ്രതിയെ ഉടൻ പിടികൂടും, അന്വേഷണം പുരോഗമിക്കുന്നു. ഇന്ന് ADGP പറയുന്നു അന്വേഷണത്തിൽ നല്ല പുരോഗതിയുണ്ട്, ചില സാഹചര്യങ്ങൾ കൂടി ബോധ്യപ്പെടേണ്ടതുണ്ട്, അതുകൊണ്ടാണ് പ്രതിയുടെ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താത്തത് എന്ന്. തൃപ്തികരമാണോ പോലീസ് ഉന്നതരുടെ ഈ വിശദീകരണങ്ങൾ? കേരള പോലീസിന് ഈ കേസിൽ, ജിഷമോളുടെ ഈ ദാരുണമായ വധവുമായി ബന്ധപ്പെട്ടുണ്ടായ കേസിൽ തുടക്കം മുതൽ തന്നെ പാളിച്ച പറ്റിയെന്നുള്ള കാര്യം ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനെന്നോ പാർലമെൻ്റ് അംഗമെന്നുള്ള നിലയിൽ മാത്രമല്ല, അഭിഭാഷകനായിരുന്ന ആളെന്നുള്ള നിലയിൽ കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നിരവധി ക്രിമിനൽ കുറ്റങ്ങൾ സംബന്ധിച്ച് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടുള്ള
പോലീസ് ഉദ്യോഗസ്ഥർ, ആ പോലീസ് ഉദ്യോഗസ്ഥർ എന്ന് ഞാൻ പറയുന്നതിലൊക്കെ തന്നെ IPS റാങ്കിലും അതിന് മുകളിലുള്ള ഉദ്യോഗസ്ഥരൊന്നും വേണ്ട. സാധാരണ നിലയിൽ ഒരു സബ് ഇൻസ്പെക്ടറായി തുടങ്ങിയതിന് ശേഷം തന്നെ കുറ്റകൃത്യങ്ങൾ അത് വളരെ ജാഗ്രതയോടുകൂടി അത് തെളിയിക്കുന്നത് ശുഷ്കാന്തി കാട്ടിയിട്ടുള്ള നിരവധി ഉദ്യോഗസ്ഥർ നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. അവർ ഇപ്പോഴും സർവീസിലുള്ളവരും റിട്ടയർ ചെയ്തവരുമുണ്ട്. ഞാനിവിടെ ഇക്കാര്യത്തിൽ പറയാൻ ആഗ്രഹിക്കുന്ന വിവരങ്ങൾ, ഒന്ന്, തെളിവുകൾ ഓരോ നിമിഷം കഴിയുന്തോറും നശിച്ചുകൊണ്ടേയിരിക്കും. പോലീസ് ഉദ്യോഗസ്ഥരെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, തെളിവുകൾ ഏറ്റവും വിലപ്പെട്ടതാണ്. ഒരു കുറ്റകൃത്യം നടന്ന സ്ഥലത്തേക്ക് മറ്റാരും കടന്നു വരാതിരിക്കാനും തൊടാതിരിക്കാനും സാധനങ്ങൾ നീക്കം ചെയ്യാതിരിക്കാനും കാണിക്കേണ്ടുന്ന ജാഗ്രതയെ സംബന്ധിച്ച് ഒരു സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുന്ന വേളയിൽ തിരുവനന്തപുരം നഗരസഭയുടെ എക്സിബിഷനുകളിൽ അന്നത്തെ കേരള പോലീസ് സേന സാധാരണ ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിന് വേണ്ടി ഒരുക്കിയിട്ടുള്ള രേഖാചിത്രങ്ങളും ഒരു സീൻ ഓഫ് എ ക്രൈമുമെല്ലാം കൃത്യമായി എന്നെപ്പോലുള്ള പലരുടെയും മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽപ്പുണ്ട്. ഇവിടെ ഈ ഫോറൻസിക് ഉദ്യോഗസ്ഥർ എത്തിയത് മണിക്കൂറുകളല്ല ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ്. ഇവിടെ ഈ കുറ്റകൃത്യം നടന്നതായ സ്ഥലം വാസ്തവത്തിൽ അത് ബോണ്ട് ചെയ്യണം, പോലീസ് ബോണ്ടഡ് ആയിരിക്കേണ്ടത്. അത്തരത്തിൽ അവിടെ പോലീസിൻ്റേതായിട്ടുള്ള ലൈൻ അവിടെ കൃത്യമായി വരച്ച് കാവലോടുകൂടി മറ്റാരും കടന്നു വരാതെ, മറ്റെന്തെങ്കിലും കൊണ്ടുവയ്ക്കാൻ സാധ്യതയുണ്ട്, ഉള്ള കാര്യങ്ങൾ മാറ്റാനായി കഴിയും. ഇത്തരം പല കാര്യങ്ങളും ഇവിടെ ഉണ്ട്. വേറൊരു കാര്യം, ഇതിനെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഞാൻ ഈ പറയുന്നത് മോട്ടീവ് എന്താണ് എന്നുള്ളത്. പ്രതിയെ സംബന്ധിച്ച് സൂചന ലഭിച്ചു എന്ന ഉദ്യോഗസ്ഥർ പറയട്ടെ, യഥാർത്ഥ പ്രതിയെ തന്നെ അറസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ തന്നെ നമുക്ക് വിശ്വസിക്കാൻ ഇടവരട്ടെ, ആ പ്രതിക്ക് കുറ്റവിചാരണ നേരിടാനും അർഹമായ ശിക്ഷ ലഭിക്കാനും ഇടവരട്ടെ, അതെല്ലാം തന്നെ നാട്ടുകാർക്കെല്ലാം പ്രാർത്ഥിക്കാവുന്ന കാര്യമാണ്. പക്ഷേ ഇവിടെ മോട്ടീവ് എന്താണ്? ആ മോട്ടീവ് കൃത്യമായി നമുക്ക് മോട്ടീവ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, ദിസ് മർഡർ മൈറ്റ് ഹാവ് ഹാപ്പൻ സബ്സിക്വൻറ്റ് ടു ദ റേപ്പ് ആവാം. ഇനി റേപ്പ് ആയിരിക്കണമെന്നില്ല, ഒരു പക്ഷേ ചിലപ്പോൾ കൃത്യമായ കൊലപാതകമായിരിക്കാം ഉദ്ദേശം. ആ കൊലപാതകമാണ്, വെദർ ദ മോട്ടീവ് വാസ് ഫോർ മർഡർ ഓർ ദ മോട്ടീവ് വാസ് ഫോർ റേപ്പ്, ഇത് രണ്ടുമല്ലാതിരിക്കാം. മറ്റേതെങ്കിലും കാരണവശാൽ അവിടെ എത്തിയതിന് ശേഷം മറ്റേതെങ്കിലും കാരണത്താൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളിലേക്ക് കടന്നിട്ടുണ്ടാവാം. ഇനി ഒരു ചോദ്യം പ്രസക്തമായത് കടന്നു വരുന്നത്, ഇങ്ങനെ ഇൻറ്റേർണൽ ഓർഗൻസ് എല്ലാം തന്നെ ചില മൂർച്ചയേറിയ ആയുധങ്ങൾ ഉപയോഗിച്ച് പോസ്റ്റ്മോർട്ടം, മരിച്ചുപോയ ഒരാളിൻ്റെ ശരീരം ഡോക്ടർമാർ ഇങ്ങനെ വെട്ടിപ്പുളർന്ന് പോസ്റ്റ്മോർട്ടം നടത്തുന്നതിൻ്റെ വീഡിയോ ചിത്രങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരും ഞങ്ങളെപ്പോലുള്ള അഭിഭാഷകരുമെല്ലാം കണ്ടു പഠിച്ചിട്ടുള്ളതാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ അവിടെ പലപ്പോഴും ഈ ഫോറൻസിക് സയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഭാഗത്തിൽ പോകുമ്പോൾ ഫോർമലിൻ ലായനിയിൽ നിന്ന് കുട്ടികൾ പുറത്തെടുത്ത് വെട്ടിപ്പുളർന്ന് പഠിക്കുന്നതായിട്ടുള്ള ഈ സ്ഥിതിയൊക്കെ തന്നെ അതൊക്കെ ഞങ്ങൾ പലരും കണ്ടിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാനത് വിശദീകരിക്കുന്നില്ല. ഇവിടെ ഒരു റേപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ, പച്ചയായി പറയാം മലയാളത്തിൽ, ബലാത്സംഗം നടന്നിട്ടുണ്ട് എങ്കിൽ അവിടെ ഇംഗ്ലീഷിൽ സെമൻ എന്ന് പറയും, മലയാളത്തിൽ ശുക്ലം എന്ന് പറയും, പുരുഷ ബീജം. ആ പുരുഷ ബീജം ശരീരത്തിൽ ഉണ്ടാവും. ആ പുരുഷ ബീജം എന്നുള്ളത് വാസ്തവത്തിൽ വിലപ്പെട്ടതായ ഒരു തെളിവാണ്. മറ്റൊന്ന്, കടിയേറ്റ പാടുകളുണ്ട് എങ്കിൽ, ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ കടിയേറ്റ പാടുണ്ട് എങ്കിൽ ആ മനുഷ്യ ശരീരത്തിൽ കടിയോടൊപ്പം തന്നെ സലൈവ, ഞാൻ ഉദ്ദേശിച്ചത് മനുഷ്യൻ്റെ തുപ്പൽ, ഉമിനീര് അവിടെ ആ മുറിവുകളിൽ ഉണ്ടാവും. അത് ശേഖരിക്കാനായി കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. മറ്റൊരു കാര്യം, പോലീസ് നൽകിയ ഒരു നിർദ്ദേശമാണ്. ഇവിടെ തന്നെ ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആ ശ്മശാനത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ പറയുകയുണ്ടായി, പോലീസ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിട്ടാണ് ഞാനത് ചെയ്തത്. അയാളൊരു പാവം ശ്മശാനത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ മാത്രമാണ്. ഇങ്ങനെ ഒരു വീട്ടിലുണ്ടായ ദാരുണമായ സംഭവം, വീട്ടിലാണ്, പൊതുവഴിയിലല്ല, നിർഭയ കേസിലേതുപോലെ ബസ്സിലല്ല, രാത്രിയിലല്ല, സംശയകരമായ സാഹചര്യത്തിലല്ല, ഭവനത്തിലാണ്. ഭവനം എന്നുള്ളതൊരു കൂരയാകട്ടെ, അടച്ച് പൂട്ടുള്ള വളരെ ബന്ധവസ്തുള്ളതാകട്ടെ, അത് വാസ്തവത്തിൽ ഇറ്റ്സ് എ ഹോം. ആ കുട്ടിയെ സംബന്ധിച്ചും ആ കുടുംബത്തെ സംബന്ധിച്ചും ഇറ്റ്സ് ഹോം. ആ ഹോം എന്ന് പറയുമ്പോൾ അതിൻ്റെ വാതിലെന്നുള്ളത് ആരെങ്കിലും ചവിട്ടിപ്പൊളിച്ച് കയറാൻ പറ്റുന്നതാണോ ഇല്ല എന്നുള്ള ചോദ്യമൊന്നും അവിടെ ഉദിക്കുന്നില്ല. എൻ്റെ ഭവനം എന്നെ സംബന്ധിച്ച് അത് ഏറ്റവും വിലപ്പെട്ടതാണ്. എൻ്റെ ഭവനത്തിൽ എൻ്റെ അനുമതി കൂടാതെ മറ്റൊരാൾ കടന്നു വരിക എന്നുള്ളത് അത് വാസ്തവത്തിൽ അംഗീകരിക്കാൻ കഴിയുന്നതല്ല. കാറ്റിന് വരാം, വെളിച്ചത്തിന് വരാം, മഴവെള്ളത്തിന് വരാം, പക്ഷേ എൻ്റെ അനുമതി കൂടാതെ അത്തരത്തിൽ മറ്റൊരാൾ, പ്രത്യേകിച്ചും അവിടെ ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥരാണെങ്കിൽ ഒട്ടും വരാനായി പാടില്ല. അതിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഇവിടെ ഈ സംഭവിച്ചിട്ടുള്ളതിൽ ഈ മൃതദേഹം വാസ്തവത്തിൽ ദഹിപ്പിക്കാനായി പോലീസ് ആവശ്യപ്പെട്ടു എന്നുള്ളതിൻ്റേത് ഇവിടെ തന്നെ കാണിച്ച ഒരു കത്തുണ്ട്. ഈ കത്ത് പുറത്തു വന്നിരിക്കുന്നു. ഇങ്ങനെ ദഹിപ്പിക്കണമെന്നെന്തേ ആവശ്യപ്പെട്ടത്? ഇത്തരത്തിലുള്ള ഒരു വല്ലാത്ത ഒരു പ്രത്യേക സിറ്റുവേഷനിൽ മാനസിക നില പോലും ഈ കുടുംബാംഗങ്ങൾക്ക് അത്തരത്തിൽ സംഭവിച്ചു പോയാൽ നമ്മൾ ഇതിലേക്കൊന്നും പോകണ്ട. ഒരു പെട്ടെന്നൊരു അപകടം ഉണ്ടായാൽ ഒരുപക്ഷെ വിദ്യാസമ്പന്നരായിട്ടുള്ള, ഇടത്തരക്കാരായിട്ടുള്ള, അങ്ങനെ മനസ്സിൻ്റെ സാന്നിധ്യം കൈവിടാത്തവരായിട്ടുള്ളവരുടെ കുടുംബങ്ങളിൽ പോലും എന്തെല്ലാം സംഭവിക്കും. ഇവിടെ പോലീസ് പറഞ്ഞു അത്രേ മൃതദേഹം ദഹിപ്പിക്കാനായി. സംഭവിച്ചത് എന്താണ്? ദ ഇൻസ്ട്രക്ഷൻ ഗിവൺ ബൈ ദ പോലീസ്, അതെന്തായത്? ഇറ്റ് വാസ് ട്രീറ്റഡ് ആസ് എൻ ഓർഡർ. അപ്പോൾ പോലീസിൻ്റെ ഉത്തരവ് നടപ്പാക്കിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക?
പിന്നെ അത്തരത്തിലൊരു മാനസികാവസ്ഥയിൽ ഈ മരണപ്പെട്ടു പോയ കുട്ടിയുടെ സഹോദരിയിൽ നിന്ന് സമ്മതം വാങ്ങിയെന്നാണെങ്കിൽ, ബന്ധുക്കളിൽ നിന്ന് സമ്മതം വാങ്ങിയെന്നാണെങ്കിൽ, ഇത്തരത്തിലുള്ള ഒരു പ്രത്യേക ഈ കേസിലെ പോലീസിന്റെ ഇടപെടലിനെ സംബന്ധിച്ച് ഓരോ ദിവസവും കൂടുതൽ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒന്നിനു പുറകെ ഒന്നായി വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ എൻ വേണുഗോപാൽ, ഇന്നലെ റൂറൽ SP പറഞ്ഞു ആ നല്ല വാർത്ത ഉടൻ നമ്മൾക്ക് കേൾക്കാം. അതിനുശേഷം 24 മണിക്കൂർ കഴിഞ്ഞു. ആ നല്ല വാർത്ത എന്ന് പോലീസ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്കറിയില്ല. ഏതായാലും നാട്ടുകാർ പ്രതീക്ഷിക്കുന്ന, പൊതുസമൂഹം പ്രതീക്ഷിക്കുന്ന ആ നല്ല വാർത്ത ഇനിയും വന്നിട്ടില്ല. ഇപ്പോൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉച്ചയ്ക്ക് പറയുന്നു ചില സൂചനകൾ കിട്ടി, വളരെ പ്രധാനപ്പെട്ട സൂചനകൾ കിട്ടി. വൈകുന്നേരത്തോടു കൂടി കുറെ കൂടി വ്യക്തത വരുത്താം. വൈകുന്നേരം നമ്മൾ അറിയുന്നത് പോലീസിന് മുന്നിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു സൂചനയുമില്ല. ഇന്നലെ പറഞ്ഞ അതേ പൊസിഷനിൽ നിൽക്കുകയാണ് പോലീസ്. എന്തുകൊണ്ടാണ് ഈ പ്രതിയെ ഇനിയും പിടികൂടാൻ കഴിയാത്തത്? ആദ്യ ദിവസങ്ങളിൽ പോലീസിന് പറ്റിയ വീഴ്ചയ്ക്ക് ഇപ്പോൾ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് വലിയ വില കൊടുക്കുകയാണ്. പ്രതി എവിടെയാണെന്ന് പോലും അറിയില്ല, പ്രതിയെപ്പറ്റി ഒരു സൂചനയും ഇല്ല എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങേയറ്റം പാളിപ്പോയില്ല ഈ കേസിന്റെ അന്വേഷണം? ഇല്ല, അങ്ങനെ പാളിപ്പോയി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇന്ന് നിരവധി കേസുകൾ ഫയൽ ചെയ്തിട്ട് ഇത് സംബന്ധമായ CBIക്ക് വിടണമെന്നുള്ളത് പോലും ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത കേസുകളെല്ലാം കൂടി എടുത്തു വെച്ചിട്ട് ഹൈക്കോടതി പറഞ്ഞത് ഇന്ന് ഉച്ചവരെ ഉള്ള പോലീസിൻ്റെ ഇടപെടലുകളും പോലീസിൻ്റെ അന്വേഷണവും വളരെ ശരിയായ ദിശയിലാണ്. ആ പോലീസിൻ്റെ അന്വേഷണത്തെ മാറ്റിക്കൊണ്ട് വേറെ ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് പോകുന്നത് ശരിയല്ല. അതുകൊണ്ടിട്ട് ഇതേ അന്വേഷണം തന്നെ തുടരട്ടെ. അടുത്ത ഒരു ദിവസത്തേക്ക് വെച്ചു. ആ അന്വേഷണം ഏതെങ്കിലും കാരണവശാൽ ഫലം കാണാത്ത രീതിയിലാണ് പോകുന്നതെങ്കിൽ, ഇപ്പം സമ്പത്ത് പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. കാരണം വെച്ചാൽ ഒരു നിഗമനങ്ങളും സംശയങ്ങളുമാണ് സമ്പത്ത് ഇവിടെ പറഞ്ഞത്. നമ്മൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ചർച്ച ചെയ്യുകയാണ്. ഇതിനകത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത ഒരു ബോഡി എന്തുകൊണ്ട് ദഹിപ്പിച്ചു, ഇതൊക്കെ ചർച്ച ചെയ്യാവുന്ന വിഷയങ്ങളാണ് എന്നുള്ളതിനകത്ത് എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. ചർച്ച ചെയ്യാവുന്നതാണ്. ഇതിന് പോലീസാണോ ഇതിനു വേണ്ടിയിട്ട് വ്യഗ്രത കാണിച്ചത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ നാട്ടിൽ എത്രയോ വിശാലമായ ജനാധിപത്യ സംവിധാനങ്ങളും ജനാധിപത്യ സൗകര്യങ്ങളും ജനപ്രതിനിധികളും ഒക്കെ തൊട്ടു നടക്കുന്നതായ നമ്മുടെ നാട്ടിൽ ഇത്തരം കാര്യങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഒരു ജനപ്രതിനിധി അതിനകത്തൊരു ഒബ്ജക്ഷൻ പറഞ്ഞാൽ പോലീസ് എന്നല്ല പട്ടാളം വന്നിട്ട് ഇതിങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന ഒരു രാജ്യമല്ല നമ്മുടേത്. അപ്പോൾ അതിനൊക്കെ കാരണമായിട്ട് ഏതെങ്കിലും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അനാസ്ഥ വന്നോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ അപഗ്രഥിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് ആദ്യത്തെ ദിവസം. നമ്മളിത് ചർച്ച ചെയ്യാൻ തുടങ്ങിയത് 5ാമത്തെ ദിവസമാണ്. 3 ദിവസം 28, 29, 30 കഴിഞ്ഞിട്ട് 1ഉം 2ഉം 5ാമത്തെ ദിവസമാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ പോലീസിന്റെ ഭാഗത്ത് എന്തെങ്കിലും അനാസ്ഥ വന്നു എന്ന് പറയുന്നത് ഇപ്പോൾ നടക്കുന്നതായത്, പിന്നെ ഏതെങ്കിലും ആളുകളെ വിളിച്ച് പ്രതിയാക്കുക എന്നുള്ള പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചിട്ടുള്ള ആക്ഷേപങ്ങൾ എത്ര വലുതായിരിക്കും. ഒരാളെ കിട്ടാതെ വരുമ്പോഴത്തേക്കും കണ്ടവനെ പിടിച്ചു നിർത്തി ഞങ്ങളിപ്പോൾ ഇതാണ് പ്രതി എന്ന് പറയുന്നതോടുകൂടി തീർന്നോ ഈ കേസ്? ഇല്ല. ഈ കേസ് വളരെ മൃഗീയമായൊരു സംഭവം കേരളത്തിൽ നടന്നിരിക്കുകയാണ്. കേരളത്തിലെ മനസാക്ഷി, മനുഷ്യ മനസാക്ഷി, സമൂഹ മനസാക്ഷിയെ ഉണർത്തുന്ന ഏറ്റവും ഭീകരമായൊരു സംഭവമാണിത്. അതിനെ സംബന്ധിച്ചിടത്തോളം വളരെ ലാഘവത്തോടു കൂടിയിട്ട് ആദ്യത്തെ ദിവസം എന്ത് ചെയ്തു എന്നുള്ളതിനെ കുറിച്ചിട്ടല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഏറ്റവും വളരെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇന്നലെ പറഞ്ഞത് ഏറ്റവും നല്ല DGP ഉൾപ്പെടുന്നതായ ആളുകളുടെ അന്വേഷണവും ചർച്ചകളും യോഗങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. ഇത്ര മണിക്ക് പ്രതിയെ ഞങ്ങൾ കൊണ്ടുവരുമെന്നല്ല പറഞ്ഞത്. ഏറ്റവും ഇടപെടുകയാണ്. 2 കാര്യങ്ങൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഒന്ന്, ഹൈക്കോടതി ഈ പോലീസ് അന്വേഷണത്തിൽ തൃപ്തി പ്രകടിപ്പിച്ചു എന്നത് ശരിയല്ല. അങ്ങനെ കോടതി ഇപ്പോൾ നടക്കുന്ന അന്വേഷണം കാര്യക്ഷമമാണെന്ന് കണ്ടെത്തിയത് കൊണ്ടല്ല, അന്വേഷണം അതിന്റെ പ്രാഥമിക ഘട്ടത്തിൽ പോകുന്നത് കൊണ്ട് വളരെ വേഗത്തിൽ CBI ഇൻവെസ്റ്റിഗേഷൻ എന്നൊരു ആവശ്യം കോടതി പരിഗണിച്ചില്ല എന്നേ ഉള്ളൂ. കോടതി ആ റിപ്പോർട്ട് പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കും. അതിൽ ഈ അന്വേഷണം തൃപ്തികരം എന്നൊന്നും കോടതി പറഞ്ഞതായി നമുക്കറിവില്ല. അത് ഒരു വ്യാഖ്യാനം മാത്രമാണെന്ന് ഞാൻ കരുതുന്നു. മറ്റൊന്ന്, പോലീസിന്റെ വീഴ്ചയ്ക്ക് ഇനി എന്തിനാണ് ശ്രീ എൻ വേണുഗോപാൽ തെളിവ്? ഈ മൃതദേഹം ദഹിപ്പിക്കാൻ സമയം കഴിഞ്ഞിട്ടും ശ്മശാനത്തിൽ മൃതദേഹം ദഹിപ്പിക്കുന്നതിൻ്റെ ആ ചട്ടങ്ങളൊക്കെ ലംഘിച്ച് രാത്രി വൈകി ഈ മൃതദേഹം ദഹിപ്പിക്കാൻ പോലീസ് കത്ത് കൊടുത്തു. എന്തിന് പോലീസിന് ഇത്ര പിടിവാശി? അത് തന്നെയുമല്ല, ആ അമ്മ അത് ദഹിപ്പിക്കേണ്ടതില്ല എന്ന് ആവശ്യപ്പെട്ടപ്പോൾ അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട്
മൃതദേഹം ദഹിപ്പിക്കാൻ പോലീസ് വ്യഗ്രത കാട്ടി. ഇതൊക്കെ സംശയങ്ങൾക്ക് ഇട നൽകുന്ന കാര്യമാണ്. ഇനി ആവശ്യപ്പെടാനുള്ളത് ഇതിൽ വീഴ്ച വരുത്തിയ പോലീസുകാർക്കെതിരെ എന്തുകൊണ്ട് നടപടിയെടുത്തില്ല എന്ന ആവശ്യമാണ് ഇനി ഉന്നയിക്കാനായിട്ട് പൊതുസമൂഹം ഉന്നയിക്കാൻ പോകുന്നത്. അല്ല, പൊതുസമൂഹം ഉന്നയിക്കേണ്ട കാര്യമില്ലത്. സ്വാഭാവികമായിട്ട് ഈ കേസിനകത്ത് ആദ്യഘട്ടത്തിലാണെങ്കിലും സെക്കൻഡ് ഘട്ടത്തിലാണെങ്കിലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്ന് ഇതിൻ്റെ അന്വേഷണം ഗൗരവമായിട്ട് കൈകാര്യം ചെയ്യുന്ന സമയത്താണെങ്കിലും ഏതെങ്കിലും ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ ആ വീഴ്ച തീർച്ചയായും അതിൻ്റേതായ ഗൗരവത്തോടുകൂടി കൈകാര്യം ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇലക്ഷൻ്റെ കോഡും മറ്റു കാര്യങ്ങളും ഒക്കെ ഇരിക്കുന്നത് കൊണ്ടിട്ട് ആഭ്യന്തരമന്ത്രിക്ക് ഇതിനെക്കുറിച്ചിട്ട് വിളിക്കാനോ പറയാനോ ചോദിക്കാനോ സാധിക്കാത്തൊരു കാലഘട്ടത്തിലാണ്. ഞാനിതിനെ ന്യായീകരിക്കുന്നതല്ല. പോലീസ് ഇന്നതൊക്കെ ചെയ്തു അല്ലെങ്കിൽ മറവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ ദഹിപ്പിക്കുന്നതിനോ വേണ്ടിയിട്ട് കൊടുത്തു. പോലീസ് കത്തെഴുതി 7 മണി 7:30 മണി എന്ന് പറഞ്ഞാൽ നമ്മളെ എറണാകുളത്ത് തന്നെ അതൊന്നും അല്ല പ്രശ്നം. ഇവിടെ ദഹിപ്പിക്കാനായിട്ട് എന്തുകൊണ്ടിട്ടാണ് അതിങ്ങനെ ഒരു തീരുമാനമെടുത്തത്? പോലീസാണ് സ്വാഭാവികമായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കഴിഞ്ഞതിനെക്കുറിച്ച് ദഹിപ്പിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുഴിച്ചിടണമെന്നുണ്ടെങ്കിൽ പറയേണ്ടത്. അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഇതിനൊക്കെ വ്യഗ്രത കാണുകയും സംശയം കാണുകയും ചെയ്യുമ്പോഴാണ് ഇതിനകത്ത് മറ്റെന്തോ ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ളൊരു ചർച്ച. ഇന്ന് ഞാൻ ഉദാഹരണത്തിന് ഞാൻ പറയാം, ഇതിനകത്ത് ലക്ഷ്യം പൊളിറ്റിക്കലാണ് എന്ന് പറയുന്നതിന് മറ്റൊരു കാര്യമുണ്ട്. ഇന്ന് കേന്ദ്രത്തിൽ നിന്നൊരു മന്ത്രി വന്ന് പറഞ്ഞു കേട്ടില്ലേ, ഞങ്ങളെ ഭരണമേൽപ്പിക്കുകയാണെങ്കിൽ ഇതിൻ്റെ തുമ്പുണ്ടാക്കാമെന്ന് പറയുന്ന ഒരു കേന്ദ്രമന്ത്രി കേരളത്തിൽ ഇന്ന് വന്നു എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പൊളിറ്റിക്കൽ ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി എത്രയോ കാലങ്ങളുടെ പരിചയമുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതുപോലെ ഒരു സംഭവം ഉണ്ടാവുകയും ആ സംഭവം വലിയ തോതിൽ ദേശീയ തലത്തിൽ ചർച്ചയാവുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയ പ്രവർത്തകരും രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരുമൊക്കെ ആ വിഷയത്തിൽ ഇടപെടുമെന്നതിൽ എന്താണ് സംശയം? അത് സ്വാഭാവികമായി അതൊരു തെരഞ്ഞെടുപ്പ് വിഷയമായി മാറുകയില്ലേ? നമ്മൾ ഇതിൻ്റെ വൈകാരിക തലത്തിൽ മാത്രം സംസാരിക്കുകയല്ലല്ലോ. അതിലെ രാഷ്ട്രീയം, ഇതിൽ ആഭ്യന്തര വകുപ്പിന് വന്ന വീഴ്ച, പോലീസിന് വന്ന വീഴ്ച, ഇതൊക്കെ നമ്മൾ എണ്ണി പറയും. ഞാൻ അതിന് താങ്കൾക്ക് മറുപടി ഉണ്ടാകും. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ സുഭാഷ് ബാബു, ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? പോലീസിൻ്റെ പാളിച്ചകൾക്ക് താങ്കൾ കഴിഞ്ഞ തവണ ചർച്ചയിൽ പങ്കെടുത്തപ്പോഴും പോലീസിന് അത്തരം ഒരു വീഴ്ച പറ്റിയെന്ന് താങ്കൾ കരുതുന്നില്ല എന്ന് സൂചിപ്പിച്ചിരുന്നു. ഇപ്പോഴിവിടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത സമയത്ത് അതിൻ്റെ വീഡിയോ ചിത്രീകരിച്ചിരുന്നില്ല. അതിന് തെളിവ് സംബന്ധിച്ച് ഇനി എന്തെങ്കിലും ആവശ്യത്തിന് എന്തെങ്കിലും ഒന്ന് നോക്കാൻ ആരുടെ പക്കലുമില്ല. നമുക്കറിയാം, ശാശ്വതീകാനന്ദയുടെ ഭൗതിക ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്ത സമയത്ത് അതിൻ്റെ വീഡിയോ എടുത്തു വച്ചിരുന്നത് ഇപ്പോൾ കേരള ഹൈക്കോടതി കോടതി മുറിയിൽ കണ്ടിട്ടാണ് അതിലെ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരണം എന്ന് ആവശ്യപ്പെട്ടത്. ആ നിലയിലുള്ള സാധ്യത ആ കേസിനുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ അത്തരമൊരു സാഹചര്യം വന്നാൽ എന്തു ചെയ്യും? മറ്റൊന്ന്, മൃതദേഹം കത്തിച്ചു കളഞ്ഞു. അത് പോലീസാണ് അതിന് നിർദ്ദേശം നൽകുകയും അതിന് വ്യഗ്രത കാട്ടുകയും ചെയ്തത് എന്നതിനിപ്പോൾ തെളിവ് പുറത്തു വന്നിരിക്കുകയാണ്. ഈ രീതിയിൽ ഈ കേസിൻ്റെ ഇത്രയും പ്രമാദമാകാൻ സാധ്യതയുണ്ടെന്ന് അന്നേ മനസ്സിലായ ഒരു ക്രൂരമായ കൊലപാതകത്തിൻ്റെ, അതിക്രൂരമായ കൊലപാതകത്തിൻ്റെ തെളിവുകൾ നശിപ്പിക്കാൻ പോലീസ് കൂട്ടുനിന്നു എന്ന് പറയുന്നവരെ കുറ്റം പറയാൻ കഴിയുമോ? അല്ല, പോലീസ് തെളിവ് നശിപ്പിച്ചു എന്ന് പറയാൻ പറ്റില്ല. കാരണം പോലീസ് ഈ ഇൻക്വസ്റ്റ് നടത്തുന്ന അവസരത്തിൽ പ്രധാനമായിട്ട് സ്ഥലത്തെത്തിയതിന് ശേഷം സംഭവം അറിഞ്ഞ് പോലീസ് അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ അനാവശ്യമായിട്ട് ആളുകൾ കൂടി തെളിവ് നശിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാകാത്തതിൽ ആ സീൻ സംരക്ഷിക്കണം. അത് ഒരു പരിധിക്കപ്പുറം ചെയ്യാൻ സാധിച്ചില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കുറേ ആളുകൾ കൂടുതൽ പോലീസ് എത്തുന്നതിന് മുമ്പ് സ്ഥലത്ത് വന്ന് കുറേ തെളിവ് നാശം ഉണ്ടായിട്ടുണ്ടാവും. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. പിന്നെ അതിനുശേഷം ഇൻക്വസ്റ്റ് നടക്കുന്ന അവസരത്തിൽ ഇതേമാതിരിയുള്ള കേസുകളിൽ ആവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ നിർബന്ധമായിട്ടും വീഡിയോഗ്രാഫിംഗ് ഉണ്ടാവണം. അത് നിർബന്ധമായിട്ടും പോലീസ് സർക്കുലർ പ്രകാരം നിഷ്കർഷിച്ചിട്ടുള്ളതാണ്. അത് എല്ലാം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മുഴുവൻ അണ്ണാചുഴലത്തുകളും അതുപോലെ ഇൻക്വസ്റ്റുകളും ഈ വീഡിയോഗ്രാഫി ചെയ്യണമെന്ന് നിർബന്ധമാണ്. അത് പോലീസ് ചെയ്തില്ലെങ്കിൽ അതൊരു വീഴ്ചയാണ്. പക്ഷേ അതുകൊണ്ട് തെളിവ് നശിപ്പിക്കലല്ല, അവിടെ നടപടിക്രമത്തിലെ വീഴ്ച എന്നാണ് നമ്മളിതിനെ പറയുക. അതിനുശേഷം സയൻറ്റിഫിക് അസിസ്റ്റൻ്റ്, ആ സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് അവിടെ ആ ജില്ലയിലില്ലെങ്കിൽ അടുത്ത ജില്ലയിൽ നിന്ന് കൊണ്ടുവരാൻ ചിലപ്പോൾ 1-2 ദിവസം താമസിച്ചു എന്ന് വന്നേക്കാം. പക്ഷേ അത് പോലീസിന് ഇത്ര കൂടുതൽ സൗകര്യങ്ങൾ, വാഹന സൗകര്യം ഉള്ളപ്പം ആ സമയത്ത്, അതായത് 29-ാം തീയതി തന്നെ അവിടെ ലഭ്യമാക്കേണ്ടതായിരുന്നു. അതിൽ താമസം വന്നിട്ടുള്ള അതിൻ്റെ കാരണം നമ്മൾ അറിയണം. പിന്നെ അതിനുശേഷം പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് പോലീസ് പോസ്റ്റ്മോർട്ടം ആർക്കും ചെയ്യാം. അതായത് ഒരു സിവിൽ സർജൻ അയക്കണമെന്നാണ് CRPC പറയുന്നത്. സിവിൽ സർജൻ എന്നുള്ളതിന് സമാനമായിട്ട് അസിസ്റ്റൻറ്റ് സർജന്മാർക്കും ഗവൺമെൻറ് ഉത്തരവ് നൽകിയതുകൊണ്ട് അസിസ്റ്റൻറ്റ് സർജന്മാരും ഈ പോസ്റ്റ്മോർട്ടം ചെയ്യാറുണ്ട്. താലൂക്ക് ഹോസ്പിറ്റലിന് മുകളിലോട്ടുള്ള ആശുപത്രികളിൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നുണ്ട്.
പക്ഷേ ഇതേമാതിരിയുള്ള കേസുകൾ, മെഡിക്കോ ലീഗൽ കേസുകൾ, അതായത് ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട് വരുന്ന പോസ്റ്റ്മോർട്ടമാണെങ്കിൽ അത് കഴിവതും പിന്നെ നമ്മുടെ ഫോറൻസിക് സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ചെയ്യണം, അത് മെഡിക്കൽ കോളേജിൽ അയക്കണം എന്ന് പോലീസിന് നിർദ്ദേശമുണ്ട്. അത് ഇവർ അയച്ചിട്ടുണ്ട്. അയച്ച് ചെല്ലുന്ന അവസരത്തിൽ അവിടെ പോസ്റ്റ്മോർട്ടം ചെയ്തത് അവിടെ നിർബന്ധമായിട്ടും അവിടുത്തെ ട്യൂട്ടേഴ്സ് അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസേഴ്സ്, അതുപോലെ തന്നെ അസോസിയേറ്റ് പ്രൊഫസർ, അങ്ങനെയുള്ള ആളുകളാണ് പ്രധാനമായിട്ടും ഇത് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യുന്ന അവസരത്തിൽ ഈ ഒരുപാട് മെഡിക്കൽ കോളേജിൽ തുടങ്ങിയ അവസരത്തിൽ ഈ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ ആദ്യം സ്റ്റാഫ് ഉണ്ടാവില്ല. അവിടെ 3-4 പ്രധാനപ്പെട്ട കോഴിക്കോട് പോലും 3-4 ഉള്ളൂ, തിരുവനന്തപുരത്ത് തന്നെ 6 പേരേ ഉള്ളൂ. അപ്പോൾ അവരെ എന്ത് ചെയ്തു, അങ്ങോട്ടൊക്കെ പിടിച്ച് മാറ്റിക്കൊണ്ട് അവിടെ ഒരു ഡോക്ടേഴ്സിൻ്റെ ഷോർട്ടേജ് ഉണ്ട്. ആ ഷോർട്ടേജ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മനസ്സിലാക്കിയത് 2014 തോന്നുന്നുണ്ട്. അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിനെ, അതായത് ആ ഫോറൻസിക് മെഡിസിനിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഗവൺമെൻറ് അധികാരം നൽകിയിട്ടുണ്ട്. പക്ഷേ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇത് സർവീസിലുള്ള ആളുകളാണോ അല്ലയോ എന്നൊരു പ്രശ്നം. കാരണം ഗവൺമെൻറ് ഡോക്ടേഴ്സിന് മാത്രമേ ഇത് ചെയ്യാൻ നിയമം അനുവദിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇവരെ എന്ത് ചെയ്തു, പാർട്ട് ടൈം ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരായിട്ട് കണക്കാക്കണമെന്നെന്തോ പറഞ്ഞുകൊണ്ട് അതിനെപ്പറ്റി ചില കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷേ എന്നാലും അപൂർവമായി ചില സ്ഥലങ്ങളിൽ ഇത് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ഈ കേസിൽ അങ്ങനെയല്ല. അത് ഉത്തരവാദിത്തപ്പെട്ട ഒരു അസോസിയേറ്റ് പ്രൊഫസർ അല്ലെങ്കിൽ പ്രൊഫസർ നേരിട്ട് തന്നെ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഡോക്ടേഴ്സ് ചെയ്യേണ്ടതായിരുന്നു. അവിടെ എന്തെങ്കിലും തകരാറ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പോലീസിൻ്റേതല്ല, അത് ഡോക്ടേഴ്സിൻ്റെയാണ്. അവിടെയും വീഡിയോഗ്രാഫി ചെയ്യണം ആവശ്യമുണ്ടെങ്കിൽ നിർബന്ധം. അത് ഡോക്ടറാണ് തീരുമാനിക്കേണ്ടത്. അത് ചെയ്യണം. അത് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ നമുക്ക് വീഴ്ച എന്ന് പറയാം. പക്ഷേ ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം ഈ ബോഡിയുടെ പ്രാഥമിക അന്വേഷണങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തതിന് ശേഷം ഈ ബോഡി, അതായത് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ നമുക്കൊക്കെ ഞങ്ങളൊക്കെ കണ്ട് പരിചയമുള്ളതുകൊണ്ട് ഇത് തല കീറി സ്കളെടുക്കും. അതിനുശേഷം പിന്നെ വയറ് മുഴുവൻ താഴെ വരെ കീറിയിട്ട് ചെസ്റ്റിൻ്റെ അതായത് നെഞ്ചുകൂടൊക്കെ പൊട്ടിച്ച് മാറ്റി അതിനനുസരിച്ചിട്ട് എല്ലാ അവയവങ്ങളും പരിശോധിച്ച് അതിൻ്റെ എല്ലാം കഷ്ണങ്ങൾ, കുടൽ ഉൾപ്പെടെയുള്ളതാണ് മുഷ്ണിച്ച് വിസറ, അതിനുശേഷം സ്റ്റൊമക്കണ്ടൻ്റ് ഒക്കെ എടുത്തിട്ട് പ്രത്യേകം പാത്രങ്ങളിൽ അത് സ്റ്റോർ ചെയ്ത് അവരെ സീൽ ചെയ്ത് സൂക്ഷിക്കും. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ മുറിച്ച് കീറിയ ശേഷം എല്ലാം കൂടെ വലിച്ചു വാരി അതിനകത്തിട്ട് ഒരു തുന്നി കെട്ടിയോ എന്ന് ചോദിച്ചാൽ കെട്ടിയില്ലേ എന്ന രീതിയിലാണ് ഇത് പുറത്തേക്ക് കൊടുക്കുന്നത്. പുറത്ത് കൊടുക്കുന്ന അവസരത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ ഈ പോസ്റ്റ്മോർട്ടത്തിന് ബോഡിയോട് കൂടി പോകുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ നിർദ്ദേശം കൊടുക്കുന്നത്. ഇത് ബന്ധുക്കളെ ഏൽപ്പിച്ചതിന് ശേഷം മതാചാരപ്രകാരം മറവ് ചെയ്യാൻ നിർദ്ദേശിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഈ എങ്ങനെ സംസ്കരിക്കണമെന്ന് പറയാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പാടില്ല. അത് എവിടെയും പറഞ്ഞിട്ടുമില്ല. അങ്ങനെ ഈ ശവം ഇതേമാതിരി ദഹിപ്പിച്ച് കളയണം എന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് സത്യമാണെങ്കിൽ, ആകാൻ വഴിയില്ലെന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല. അത് ബന്ധുക്കളുടെ ഇതിലാണ്. ബന്ധുക്കളില്ലെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഇത് സംസ്കരിക്കാൻ നടപടി സ്വീകരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പോലീസ് സ്വമേധയാ ചെയ്ത ഒരു തീരുമാനമാകാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ആ കത്തിൽ പോലീസ് കുറുപ്പമ്പടിയിലെ SI കൊടുത്ത കത്താണ് ഇത്. തദ്ദേശ ഭരണ സ്ഥാപനത്തോട് ഇന്ന് വൈകിയാണെങ്കിലും ഇത് സംസ്കരിക്കാനുള്ള നിർദ്ദേശം ശ്മശാനം സൂക്ഷിപ്പുകാരനും ഉണ്ടായിരുന്നു. ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത് സംസ്കരിച്ചത്. കുടുംബാംഗങ്ങളുടെ അനുമതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ജിഷയുടെ സഹോദരിയുടെ അനുമതി ഉണ്ടായിരുന്നു എന്നത് വസ്തുതയുമാണ്. അതിൽ പോലീസിന്റെ ഒരു വ്യഗ്രത ഉണ്ടായിരുന്നു. അതാണ് നമ്മൾ ചൂണ്ടിക്കാട്ടിയത്. അത് അങ്ങനെ തന്നെ നിൽക്കുന്നു. അതിന് കൃത്യമായ വിശദീകരണം പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീമതി പി ഗീത, ഞാൻ ഗീത ടീച്ചറിലേക്ക് വരാം. ചെറിയ സാങ്കേതിക പ്രശ്നങ്ങൾ ഇപ്പോഴുമുണ്ട് എന്ന് തോന്നുന്നു. ശ്രീ എ സമ്പത്ത്, ഇന്ന് ഇതിലെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിൻ്റെ കാര്യങ്ങൾ അല്പസമയം മുമ്പ് N വേണുഗോപാൽ ചൂണ്ടിക്കാട്ടിയല്ലോ. ഇന്ന് രാവിലെ KPCC പ്രസിഡന്റ് VM സുധീരൻ ആശുപത്രിയിലെത്തി ജിഷയുടെ അമ്മയെ സന്ദർശിച്ചതിന് ശേഷം പറഞ്ഞത്, ഈ വിഷയത്തിൽ കേരളം ഒറ്റക്കെട്ടായി നിൽക്കണം, ഇതിൽ രാഷ്ട്രീയം കലർത്തരുത്, ഈ കൊലയാളിയെ പിടികൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് വധശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം, അതിന് നമ്മൾ ഒരുമിച്ച് നിൽക്കണം, രാഷ്ട്രീയമായി ചേരി തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയരുതെന്നാണ് VM സുധീരൻ പറഞ്ഞത്. ഒരുപക്ഷെ പ്രത്യക്ഷ അർത്ഥത്തിൽ നമുക്ക് സ്വീകാര്യമായ ഒരു വിശദീകരണമാകാം VM സുധീരൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ അങ്ങനെ ഒരു വിശദീകരണം സ്വീകരിച്ച് അടങ്ങി ഒതുങ്ങി സമരങ്ങളൊന്നും വേണ്ട എന്ന നിലയിൽ ഈ വിഷയത്തെ നമുക്ക് കാണാൻ കഴിയുമോ? ഇത്രയും ഗുരുതരമായ ഒരു സംഭവം നടന്നു. ഇത് ആദ്യമായി ഉണ്ടായ ഒരു സംഭവമല്ല. ഇതിനു മുമ്പ് നിരവധി സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഞാനിവിടെ ഈ തിരുവനന്തപുരത്ത് റിപ്പോർട്ടർ TV യുടെ സ്റ്റുഡിയോയിൽ ഞാനിവിടെ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ പറയട്ടെ,
ഈ സംഭവം ഇത് 28-ാം തീയതി ഉണ്ടായി, ഇത് കഴിഞ്ഞ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന് ശേഷം 3-ാം തീയതി ഇത് സംബന്ധിച്ചുള്ള ഇടപെടൽ. അപ്പോൾ എന്താണ് ഇതിങ്ങനെ ഈ പോലീസിൻ്റെ ഒരു അതോറിറ്റി അത് സെറ്റ് ഇൻ ടു മോഷൻ എന്നൊക്കെ പറയാവുന്നത് എപ്പോഴാണ്? വിവരം കിട്ടിയ ആ നിമിഷം തൊട്ട് അവർ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം വീഴ്ച വരുത്തിയിരിക്കുന്നു, ലാപ്സസ് ഉണ്ടായിരിക്കുന്നു. ഇതെന്താ സ്വാഭാവികമായി ഉണ്ടാവുക? അത്തരത്തിൽ സംഭവിക്കുമ്പോൾ തെളിവ് പോലീസ് നശിപ്പിച്ചു എന്ന് പ്രകടമായി പറഞ്ഞില്ല എങ്കിലും തെളിവുകൾ നശിപ്പിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തു എന്നുള്ളത് വ്യക്തമല്ലേ? അക്കാര്യം ആർക്കും നിഷേധിക്കാൻ കഴിയില്ലല്ലോ. തെളിവുകൾ നശിപ്പിക്കപ്പെടാതെ സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. തെളിവുകളാണ് ഏറ്റവും വിലപ്പെട്ടത്. ഒരു പ്രതി തന്നെയാണ് അല്ലെങ്കിൽ ഒന്നിലേറെ പ്രതികളാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്, ഈ പറയുന്ന കുറ്റകൃത്യത്തിൻ്റെ മോട്ടീവ് ഇന്നതാണ് എന്നുള്ളത്, ഇതിൻ്റെ പിന്നിൽ മറ്റെന്തൊക്കെയാണ് കാരണങ്ങൾ, ഇതെല്ലാം പുറത്തു വരേണ്ടതായിട്ടുണ്ടല്ലോ. പോലീസ് ഒരാളെ പിടിക്കുകയോ 2 പേരെ പിടിക്കുകയോ 3 പേരെ പിടിക്കുകയോ അതെല്ലാം പോലീസിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ. ഇന്നലെ ഒരു പത്രത്തിൽ പുറത്തു വന്ന വാർത്തയും ടെലിവിഷൻ ചാനലുകളിൽ കൂടി തന്നെ ഞാൻ ഉൾപ്പെടെയുള്ള പലരും കണ്ടത്, ചില ആളുകളെ പ്രതികളെ കസ്റ്റഡിയിലെടുത്തു എന്ന് സൂചന, അതുപോലെ തന്നെ അവരെ ചോദ്യം ചെയ്യാനായി കൊണ്ടുവരുന്നു എന്നുള്ളത്. ഇവിടെ എന്താ അറിഞ്ഞത്? ചില പോലീസുകാരുടെ തലയിൽ കൂടി മുണ്ടിട്ടിട്ട് അവരെ തന്നെ കൊണ്ടുവന്നൊരു നാടകം തന്നെ കളിക്കുക. എന്താ ഇത്? കേരളത്തിലെ പോലീസിനെ ഡ്രാമ നടത്തുകയാണോ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ? ഇതൊക്കെ കാണിക്കുന്നത് ഈ നാട്ടിലെ സ്ത്രീകളോട് ഇവർ കാണിക്കുന്നതായിട്ടുള്ള യാതൊരു മാന്യതയുമില്ലാത്ത, അവരുടെ ജീവന് അവരുടെ ശരീരത്തിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത സ്ഥിതിയല്ലേ? ഇവിടെ ഞാനൊരു കാര്യം പറയട്ടെ. എൻ്റെ മണ്ഡലത്തിൽ വർക്കലയിലാണ് തിരുവനന്തപുരം സ്വദേശിനിയായ ഒരു പെൺകുട്ടി നഴ്സിംഗ് വിദ്യാർത്ഥിനി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടതും ആ കുട്ടിയെ വാസ്തവത്തിൽ തീവണ്ടി അല്പം നേരത്തെ വന്നിരുന്നുവെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്, ആ കുട്ടിയുടെ ശരീരം ഛിന്ന ഭിന്നമായി നിങ്ങൾക്ക് അയന്തി പാലത്തിന് സമീപം വെട്ടൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ഛിന്ന ഭിന്നമായ കുറെ കഷണങ്ങൾ കിട്ടുമായിരുന്നു. ആ പ്രദേശത്തെ അമ്മമാരാണ് ഒരു കുട്ടി ഇങ്ങനെ കിടക്കുന്നത് കണ്ട് വെള്ളവും കൊടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് അറിയിച്ച് പോലീസ് വന്ന് ആ കുട്ടിയെ എടുത്തുകൊണ്ട് പോവുകയാണ്. കുട്ടി പറയുകയാണ്, ഇന്ന ആളുകളാണ് എന്നെ പീഡിപ്പിച്ചത്. അവരുടെ പേരുകൾ പറയുന്നു, അവരുടെ രേഖാചിത്രം പോലെ തന്നെ ആ കുട്ടി അവരുടെ ശരീരത്തിൻ്റെ വലിപ്പവും മറ്റു കാര്യങ്ങളും എല്ലാം പറയുന്നു. പോലീസ് അപ്പോഴും അനങ്ങുന്നില്ല. ആ കുട്ടിയുടെ വീട്ടിലേക്കോ അതല്ല ഈ സംഭവം നടന്ന സ്ഥലത്തേക്കോ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥർ പോയില്ല. ജനക്കൂട്ടം രാത്രി 11 മണിയോടുകൂടി ദേശീയപാത ഉപരോധിക്കുകയും LDF-ന്റെ പ്രവർത്തകരടക്കം അവിടെ എത്തുകയും ചെയ്ത് പോലീസ് സേനാംഗങ്ങളുമായി അതിൻ്റെ തലവന്മാരുമായി സംസാരിച്ചതിന് ശേഷമാണ് ഇങ്ങനൊരു വിഷയം ഇതിൽ പോലീസ് ഇടപെടാൻ തന്നെ തയ്യാറായത്. ഇതിൽ വനിതാ സംഘടനകൾ ഇത്തരം കാര്യത്തിൽ സ്ത്രീകൾക്കെതിരായ കടന്നാക്രമണങ്ങൾ പ്രതിഷേധിച്ചുകൊണ്ട് വർക്കലയിൽ ഒരു യോഗം നടത്തുന്നു. ഞാൻ ആ യോഗത്തിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ മുന്നിലേക്ക് ഒരു കുറിപ്പ് വരികയാണ്. ആ കുറിപ്പ് അഞ്ചുതെങ്ങിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ഒരു സ്ത്രീ 68 വയസ്സുകാരുടെ വീടിൻ്റെ പിന്നാമ്പുറത്ത് കൂടി ചവിട്ടി തുറന്ന് അകത്തേക്ക് കയറി അവിടെ ഒരാൾ ആ സ്ത്രീയെ മാനഭംഗപ്പെടുത്തി എന്നുള്ളത് ഇഴഞ്ഞാണ് ആ സ്ത്രീ അടുത്തുള്ള വീട്ടിലേക്ക് പോയി പറയുന്നത്. തീരുന്നില്ല. അന്നേ ദിവസം തന്നെ വർക്കലയിൽ അയിരൂരിൽ ഒരു കട നടത്തിക്കൊണ്ടിരിക്കുന്നതായ ഒരു സ്ത്രീ, ആ ഗ്രാമപ്രദേശത്താണ് സ്ത്രീകൾ ചിലപ്പോൾ നൈറ്റിയൊക്കെ ഇട്ടുകൊണ്ടായിരിക്കും അവരുടെ കടയിൽ നിൽക്കുന്നത്. മുളക് പൊടി അവരുടെ മുഖത്തേക്ക് എറിഞ്ഞതിന് ശേഷം അവരെ കടന്നു പിടിക്കുകയും അവരുടെ വസ്ത്രങ്ങൾ പിച്ചു ചീന്തുകയും ഒക്കെ ചെയ്യുന്നു. ഇതെല്ലാം കേരളത്തിൽ നടക്കുകയാണ്. അപ്പോഴാണ് KPCC പ്രസിഡന്റ് പറയുന്നത് ഇതിനെ ഒന്നും രാഷ്ട്രീയവൽക്കരിക്കരുത് എന്നുള്ളത്. ഡൽഹിയിൽ ഉണ്ടായ ഒരു ദാരുണ സംഭവമുണ്ട്. രാത്രി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന ഒരു പെൺകുട്ടി തൻ്റെ സുഹൃത്തിനോടൊപ്പം ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ക്രൂരമായി മാനഭംഗത്തിന് വിധേയമായത്. ഞാൻ താങ്കളിലേക്ക് വരാം ശ്രീ സമ്പത്ത്. ചെറിയ സാങ്കേതിക പ്രശ്നം ഇപ്പോഴും തുടരുന്നുണ്ടെന്ന് തോന്നുന്നു. ശ്രീമതി പി ഗീത, ഇപ്പോൾ സമ്പത്ത് സൂചിപ്പിച്ച കാര്യങ്ങൾ കേരളത്തിൽ വ്യാപകമായി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ചെറുതും വലുതുമായ ഈ രീതിയിലുള്ള അതിക്രമങ്ങൾ. ഇന്നിപ്പോൾ നമുക്കറിയാം ജിഷയുടെ കാര്യത്തിൽ അത് പോലീസ് പറയുന്നത് കൊലപാതകം ആസൂത്രിതമാണെന്ന് അവർ കണ്ടെത്തി. ജിഷയുടെ ഒരു പ്രകൃതം, അവരുടെ കുറേ നാളത്തെ അവരുടെ ജീവിതം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. ആ കുട്ടി പോരാടുകയായിരുന്നു, നിരന്തരം പോരാടുകയായിരുന്നു. കോളേജിൽ, ജീവിത സ്ഥലത്ത് അല്ലെങ്കിൽ ചുറ്റുപാട് ഒക്കെ പോരാടുകയായിരുന്നു. അമ്മയ്ക്കെതിരെ ആരെങ്കിലും അമ്മയോട് എന്തെങ്കിലും പറഞ്ഞാൽ അവിടെ ചോദിക്കാൻ പോകുന്നത് ജിഷയാണ്. ആ രീതിയിലുള്ള പോരാട്ടമായിരുന്നു ആ പെൺകുട്ടി കാലങ്ങളായി നടത്തിക്കൊണ്ട് വന്നത്. അവർക്ക് അങ്ങനെ ജീവിക്കാൻ കഴിയുകയുണ്ടായിരുന്നുള്ളൂ. അത്തരം ഒരു പെൺകുട്ടിയുടെ പോരാട്ടം അവസാനിപ്പിക്കാൻ, ഇവരെ അങ്ങ് അവസാനിപ്പിച്ച് കളയാൻ തീരുമാനിച്ച ആരൊക്കെയോ ആണ് ഇതിന് പിന്നിലെന്ന് നമുക്കിപ്പോൾ വ്യക്തമായിട്ടുണ്ട്. അവരെ കണ്ടെത്താൻ പോലീസിന് നിർഭാഗ്യവശാൽ ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നത് വസ്തുതയാണ്. ഇത്തരത്തിലുള്ള പോരാട്ടം നടത്തുന്ന ഒരു പെൺകുട്ടിയെ ഇല്ലാതാക്കുക എന്നത് തന്നെ ആയിരുന്നില്ലേ അടിസ്ഥാനപരമായി ജിഷയുടെ കാര്യത്തിൽ നടന്നതെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ അങ്ങ് വ്യക്തമായി പറയാൻ കഴിയില്ലേ? ഇക്കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ പോയിരുന്നു. കഴിഞ്ഞ ദിവസം അവിടെ പോയപ്പോൾ ജിഷയുടെ വീട്ടിൽ പോകുന്നുണ്ട്. ജിഷയുടെ വീടിനടുത്തുള്ള ചില അയൽപക്ക വീടുകളിലും അവരെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൽ നിന്നൊക്കെ എനിക്ക് വ്യക്തമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുടിവെള്ളം പോലും കൊടുക്കുമായിരുന്നില്ല ഈ കുട്ടിക്കും ഈ കുട്ടിയുടെ അമ്മയ്ക്കും അയൽപക്കക്കാർ. അതെന്ത് കാരണത്താലോ ആവട്ടെ,
ഈ കുട്ടിയുടെ അമ്മയുടെ സ്വഭാവ ദൂഷ്യത്തെക്കുറിച്ച് അവർ പറയുന്നു. സ്വഭാവ ദൂഷ്യം എന്ന് പറഞ്ഞാൽ സദാചാരപരം എന്നുള്ള അർത്ഥത്തിലല്ല, അവരാരോടും ഒരു തട്ടിക്കയറുന്ന പ്രകൃതമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അവരെ പേടിയായിരുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ ഞങ്ങൾ കാണുന്ന ഒരാൾക്കെതിരെ കേസ് കൊടുത്തിരുന്നു. കേസ് കൊടുത്തിരുന്ന ഈ കുട്ടി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തതിനെ തുടർന്ന് ഈ ആള് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത് ആ സ്ഥലത്തെ വാർഡ് മെമ്പറെയും കൂട്ടിയിട്ടാണ്. എന്നിട്ട് ആ ആള് ഞങ്ങളോട് പറഞ്ഞത്, ആ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വാർഡ് മെമ്പർ പറയുന്നത് ഇവരെല്ലാവർക്കും ശല്യമാണ്, ഇവരെ എവിടെ നിന്ന് മാറ്റിയാൽ നന്നായിരുന്നു എന്നാണ് ഇവർ പറയുന്നത് എന്നാണ്. അപ്പോൾ അതുപോലെ ഒരു പൊതുശല്യമായി പ്രഖ്യാപിക്കപ്പെട്ട ഒരവസ്ഥ വാസ്തവത്തിൽ ഈ കുട്ടിയുടെ വീട്ടിനും ഈ കുട്ടിയുടെ അമ്മയ്ക്കും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു മോട്ടോർ ബൈക്ക് ഇടിച്ചിട്ടുള്ള സംഭവം പറയുന്നുണ്ട്. അങ്ങനെ ആ മോട്ടോർ ബൈക്ക് ഇടിച്ച സംഭവത്തിൽ ഈ കുട്ടി കാണിക്കുന്നത് അമ്മയാണ് ഇടിക്കുന്നത്. ആ കുട്ടി ആ താക്കോലൂരി വെക്കുന്നുണ്ട്. താക്കോലൂരി വെച്ചിട്ട് ഈ കുട്ടിയോട് കാണിച്ചു തരാമെന്ന് ഈ മോട്ടോർ ബൈക്കിന്റെ വന്നിട്ടുള്ള ആൾക്കാർ പറഞ്ഞു എന്ന് പറയുന്നു. അതേ സമയത്ത് മോട്ടോർ ബൈക്ക് ഓടിച്ചിരുന്ന ആൾക്കാർ ഭായിമാരാണ് എന്ന് പറയുന്നു. ഭായിമാരെന്ന് പറയുമ്പോൾ അന്യ സംസ്ഥാന തൊഴിലാളികളാണ്. മോട്ടോർ ബൈക്ക് ഇവിടെയുള്ള ഏതോ ഒരാളുടെ ഉടമസ്ഥതയിലുള്ളതാണ്. വാസ്തവത്തിൽ പോലീസിന് ഈ കുട്ടിയും ഈ കുട്ടിയുടെ അമ്മയും പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിരിക്കുന്ന പരാതികളിൽ കൊടുത്തിട്ടുള്ള പേരുകൾ അന്വേഷിച്ചാൽ തന്നെ ഈ പ്രതികളിലേക്ക് എത്തിച്ചേരാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു വഴി അതാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് അവിടെ ഉണ്ടായിരുന്ന ഇതൊരു യാദൃച്ഛികമായിട്ട് നടന്നിട്ടുള്ള കൊലപാതകമല്ല. ഇപ്പൊ നമ്മുടെ ശരീരഭാഗങ്ങളെ വീട്ടിലെ കത്തിയോ മടാളോ ഉപയോഗിച്ചിട്ട് ചെത്തിക്കീറാൻ സാധിക്കില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ മൂക്ക് തെറിപ്പിക്കാൻ പറ്റുമോ? മുല ചെത്തിക്കളയാൻ പറ്റുമോ? ചന്തി വെട്ടിമുറിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു പോത്തിന്റെ ഇത് അറുത്തതുപോലെ അല്ലെങ്കിൽ ഒരു ആടുമാടുകളെ അറുക്കുന്നത് പോലെ ഇറച്ചി കഷണങ്ങളായി ചിതറി കിടക്കുകയായിരുന്നു പോലും ആ കുട്ടി വീട്ടില്. അപ്പൊ അത്രയേറെ ശത്രുതയുള്ള, അത്രയേറെ ആസൂത്രിതമായ, ഒരു പക്ഷേ അത്രയേറെ പെയ്ഡ് ആയിട്ടുള്ള ഒരാൾ, അത്രയേറെ എക്സ്പേർട്ട് ആയിട്ടുള്ള, പ്രൊഫഷണൽ ആയിരിക്കുന്ന ഒരാളാണ് ആ കൊലപാതകം ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് തോന്നാം. ഒരുപക്ഷെ അതൊരു ദേഷ്യത്തിൽ സംഭവിച്ച ഒരു കൊലപാതകമായിരിക്കാം. പക്ഷെ ഇതിന്റെ ഒരു 32 വെട്ടി കൊല്ലുന്ന ഒരു ശരീരം എന്നുള്ളത് അത്രയേറെ പ്രതികാരമുണ്ട് അതിന്റെ പിന്നിൽ. ആ പ്രതികാരം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവർക്കൊക്കെ വിധേയപ്പെടേണ്ടുന്ന, അവരോടൊന്നും വിയോജിക്കാൻ പാടില്ലാത്ത ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ കയറിയുള്ള ആക്രമണമായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. വാസ്തവത്തിൽ ആ പോലീസ്, അവിടെ ആദ്യം അന്വേഷിച്ച പോലീസിനെ തീർച്ചയായിട്ടും ഈ കേസിൽ പ്രതി ചേർക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ആ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച വന്നു എന്നുള്ളത് എല്ലാവർക്കും, കേരളത്തിലെ എല്ലാവർക്കും ഭരണകക്ഷി പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ പോലീസിനോട് ആരാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്? പോലീസിന് അറിയാലോ, പോലീസിനെ ആരാണ് സമ്മർദ്ദത്തിലാക്കിയത്? നമുക്കൊക്കെ അറിയാം, കേരളത്തിലെ പോലീസ് കേസ് കണ്ടെത്തുന്നതിൽ അത്ര പിന്നോക്കക്കാരൊന്നും അല്ല എന്നുള്ള കാര്യം. അവർ വളരെ എക്സ്പേർട്ടുകളാണ്. അവരെപ്പോഴാണ് മോശക്കാരാവുന്നത്? വല്ല തരത്തിലുള്ള പൊളിറ്റിക്കൽ ഇന്റർവെൻഷനും ഉണ്ടാകുമ്പോഴാണ് അവർ അവരുടെ തെളിവുകളിലേക്കും കണ്ടെത്തലുകളിലേക്കും എത്താതിരിക്കുന്നത്. ഏത് അധികാരികളാണ് അവരെ ഇത്തരത്തിൽ നയിച്ചത് എന്നുള്ളത് പറയാൻ തീർച്ചയായിട്ടും ഈ കേസിന്റെ ആദ്യഘട്ടത്തിൽ ഇടപെട്ടിരിക്കുന്ന പോലീസുകാർക്ക് കഴിയും. പിന്നെ മറ്റൊന്ന്, ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഒരു PG സ്റ്റുഡന്റിന്റെ കയ്യിൽ ഇത്ര പ്രമാദമായ ഒരു കേസിന് ആസ്പദമായി എന്ന് ഒരൊറ്റ നോട്ടത്തിൽ പോലും കണ്ടാൽ അറിയാവുന്ന ഒരു ശരീരത്തെ കൈമാറിയിരിക്കുന്ന ഡോക്ടർ ഉദ്യോഗസ്ഥൻ ആരായാലും അയാൾ നിയമത്തിന് മുമ്പാകെ വരേണ്ടതുണ്ട്. കാരണം മറ്റൊന്നുമല്ല, അയാൾ കൊലപാതകത്തിന് കൂട്ടുനിന്നതുകൊണ്ടല്ല, അയാൾ തന്റെ ഡ്യൂട്ടിയിൽ നിന്ന് മാറി നിന്നു എന്നുള്ളത് കൊണ്ടാണ്. ഒരു ഡോക്ടർ അയാളുടെ ഡ്യൂട്ടിയിൽ നിന്ന് മാറി നിൽക്കുക എന്നതിനർത്ഥം ഒരാളുടെ ജീവനും അയാളുടെ ജീവൻ അവശേഷിച്ചെങ്കിൽ അയാളുമായി ബന്ധപ്പെട്ട തെളിവുകളും കാണാനില്ലാതാവുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡ്യൂട്ടിയിൽ നിന്ന് മാറി നിന്നിട്ടുള്ള ഡോക്ടർ തീർച്ചയായിട്ടും ഇതിന്റെ ഉള്ളിലേക്ക് വരണം, ഈ കേസിന്റെ പരിധിയിലേക്ക് വരണം. അതുപോലെ മറ്റൊരു കാര്യമുള്ളത്, ഏത് ജനപ്രതിനിധികളാണ് ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ടിട്ട് അതിൽ ഒപ്പിട്ടിട്ടുള്ളത്? ഈ കുട്ടിയുടെ ഈ ശരീരം ദഹിപ്പിക്കാൻ ആരാണ് അനുവാദം കൊടുത്തത്? SI കൊടുത്തിട്ടുള്ള കത്ത് SI മാത്രമായിട്ടാണോ അങ്ങനെ തീരുമാനിച്ചത്? അങ്ങനെ ആരുടെയും അനുവാദമില്ലാതെ SI മാത്രമായിട്ടാണ് തീരുമാനിച്ചതെങ്കിൽ എനിക്ക് യാതൊരു സംശയവുമില്ല, ആ SI ഈ പ്രതികളിൽ ഒരാളാണ്. ടീച്ചർ ശരിയാണ്. ആ വിഷയത്തിൽ ഒരുപക്ഷെ കുറെ കൂടി ആധികാരികമായി ഈ വിഷയം ഈ പ്രാദേശിക തലത്തിൽ ഉണ്ടെന്ന് ടീച്ചർ ഇപ്പോൾ പറഞ്ഞ ആ പ്രശ്നം കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത പ്രശ്നങ്ങൾ തന്നെയാണ് ഇപ്പോൾ വന്ന ഈ പെരുമ്പാവൂർ നഗരസഭയുടെ തീരുമാനം കൂടി അവിടെ ബാധകമായിരുന്നുവെങ്കിൽ അക്കാര്യത്തിൽ ഒരു പക്ഷേ NC മോഹനന് കുറെ കൂടി വിശദീകരിക്കാൻ കഴിയുമായിരിക്കും. ശ്രീ NC മോഹനൻ, 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ പെൺകുട്ടിയുടെ മൃതദേഹം സംസ്കരിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ
അവിടുത്തെ തദ്ദേശ ഭരണ സ്ഥാപനം എന്തുകൊണ്ട് ആ തീരുമാനം രാത്രിയിൽ തിരക്ക് വെച്ചെടുക്കാൻ പോലീസിന് ഇത്ര തിടുക്കമുണ്ട് എന്ന് പരിശോധിച്ചില്ല? 2, എന്തുകൊണ്ടാണ് പ്രദേശവാസികൾ ഈ കേസിൻ്റെ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്ന് ചില കേന്ദ്രങ്ങളിലെങ്കിലും പറയുന്നത്? ഇന്നലെ ദേശീയ വനിതാ കമ്മീഷൻ ഈ വിഷയം സംസാരിച്ചിരുന്നു. അതിനുശേഷം തെളിവെടുപ്പിന് ചെന്ന പോലീസ് സംഘത്തോടൊപ്പം ഉള്ള മാധ്യമപ്രവർത്തകരെ ആ പ്രദേശത്തുള്ള ജനങ്ങൾ കയ്യേറ്റം ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഇവിടെ ഈ ബണ്ടിൻ്റെ കരയിൽ നിന്നും ഈ കുടുംബത്തെ ഒഴിപ്പിക്കാൻ ശ്രമം നടന്നു എന്നതും ആ ശ്രമമൊക്കെ ഇതിൻ്റെ കാരണങ്ങളിൽ ഒന്നാണ് എന്ന് ജനത്തിന് പറയാൻ അവസരമൊരുക്കുകയും ഒക്കെ ചെയ്തതിൽ പ്രദേശവാസികൾക്കും പങ്കില്ലേ? വിജയകുമാർ ഉന്നയിച്ച 2 ചോദ്യങ്ങൾക്കും ഉത്തരം ഞാൻ പറയാം. അതിനു മുൻപ് ശ്രീ വേണുഗോപാൽ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട വിമർശനത്തോടൊന്ന് പ്രതികരിക്കാൻ എന്നെ അനുവദിക്കണം. കാരണം ഞാനിപ്പോൾ പെരുമ്പാവൂരിലെ ഇടതുപക്ഷത്തിൻ്റെ രാപ്പകൽ സമരത്തിൻ്റെ വേദിയിൽ നിന്നുകൊണ്ടുമാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഇന്ന് രാവിലെ ശ്രീ പിണറായി വിജയൻ ജിഷാമോളുടെ അമ്മ രാജേശ്വരി അമ്മയെ സന്ദർശിക്കുമ്പോൾ ഒപ്പമുണ്ടായിരുന്നയാളാണ് ഞാൻ. 8-9 ദിവസമായി എൻ്റെ മകളെ കൊലപ്പെടുത്തിയിട്ട് ഇതുവരെ കുറ്റവാളിയെ കണ്ടുപിടിച്ചില്ലല്ലോ സാറേ എന്ന് പറഞ്ഞ് പിണറായിയെ ചേർത്ത് പിടിച്ച് കരയുന്ന ദൃശ്യം ഞാൻ കണ്ടതാണ്. വി എസ് സ്ഥലത്തെത്തിയപ്പോഴും കോടിയേരി ബാലകൃഷ്ണൻ സ്ഥലത്തെത്തിയപ്പോഴും ഇന്നസെൻ്റ് സ്ഥലത്തെത്തിയപ്പോഴും ആ അമ്മ രാജേശ്വരി അമ്മ വൃദ്ധയായ മാതാവ് എല്ലാവരോടും അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് ചോദിച്ച ചോദ്യം, ദിവസങ്ങൾ ഇത്രയേറെ കഴിഞ്ഞിട്ടും എൻ്റെ മകളെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ പൈശാചികന്മാരെ കണ്ടെത്തിയില്ലല്ലോ സാറേ എന്നായിരുന്നു. നമുക്കെല്ലാവർക്കും ബാധ്യതയുണ്ട് ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ. ശ്രീ വേണുഗോപാൽ ഇവിടെ സൂചിപ്പിച്ചത് ഈ പ്രശ്നത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നു എന്നാണ്. അദ്ദേഹത്തിൻ്റെ ചോദ്യം അദ്ദേഹത്തെ പോലൊരാളിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അതിനോടൊരു വാക്കുകൊണ്ടെങ്കിലും പ്രതികരിക്കാതെ പോകുന്നത് ശരിയായിരിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് അതിനോടൊരു വാക്ക് പ്രതികരിക്കണം എന്ന് ഞാൻ കണക്കാക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഞങ്ങളാരും രാഷ്ട്രീയവൽക്കരിച്ചിട്ടില്ല. ഈ തെരുവുകളിൽ നിന്നുയരുന്ന മുദ്രാവാക്യങ്ങളും ഈ തെരുവുകൾ സംഘർഷപൂരിതമാകുന്നതും ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കുന്നതും കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കുഴൽക്കണ്ണാടിയിലൂടെ ശ്രീ വേണുഗോപാലിനെ പോലുള്ള ഭരണകക്ഷി നേതാക്കന്മാർ കാണരുതോ? മുൻകൂട്ടി നിശ്ചയിച്ചുറപ്പിച്ച പ്രതിഷേധങ്ങളല്ല നമ്മുടെ തെരുവുകളിൽ ഉണ്ടാകുന്നത്. ജനങ്ങൾ സ്വമേധയാ പ്രക്ഷോഭത്തിലേക്ക് വരികയാണ്. ആ പ്രക്ഷോഭത്തിലൂടെ അവർ ആവശ്യപ്പെടുന്നത് ജിഷാമോളുടെ ഘാതകരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാണ്. ശ്രീ പിണറായി വിജയൻ ഇന്ന് അമ്മയോട് സംസാരിക്കുമ്പോൾ അമ്മ ഉന്നയിച്ച ചോദ്യങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു, ഒരു മുതിർന്ന വനിതാ IPS ഓഫീസറെ അന്വേഷണ സംഘത്തിൻ്റെ ചുമതല ഏൽപ്പിക്കണം. ഗവൺമെൻറ് ഇതിനോട് ഇതുവരെ ഈ കാര്യത്തോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി വരുമ്പോഴും ചെന്നിത്തല വരുമ്പോഴും സുധീരൻ വരുമ്പോഴുമെല്ലാം ഞങ്ങൾ ഈ പ്രദേശത്തുകാർ ഇവിടെ ഈ സ്ഥലത്ത് സന്നിഹിതരായിട്ടുള്ളതാണ്. കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അതിർവരമ്പുകൾക്കകത്ത് നിന്നുകൊണ്ടല്ല. ഈ കേരളം പൊതു മനസാക്ഷിയോട് ഉന്നയിക്കുന്ന പ്രശ്നമെന്ന നിലയിലാണ് ഞങ്ങൾ ഈ വിഷയത്തെ സമീപിക്കുന്നത്. നിരാലംബമായ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആരും സഹായിക്കാനില്ലാത്ത ഒരു കുടുംബത്തിന് വന്നു ചേർന്ന ദുരന്തത്തിൻ്റെ മുഖത്ത് നിന്നുകൊണ്ടാണ് ഇനി നമ്മുടെ നാട്ടിൽ ജിഷമോളുമാരുണ്ടാകരുതോ, ഇതിലെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ ഈ പ്രക്ഷോഭം നടത്തുന്നത്. കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നം ഇതിൽ ഉന്നയിക്കുന്നയില്ല. ഇതിലെന്തു രാഷ്ട്രീയമാണ്? ഒരു നിരാലംബയായ പെൺകുട്ടിയെ അവൾക്കുള്ള ഒരു കുടിലിൽ, ഒരു ചെറ്റ കുടിലിൽ, തൻ്റെ ജീവിതത്തിൽ അമ്മയും താനും ചേർന്നുള്ള ജീവിതത്തിൽ സുരക്ഷിതത്വം ഉണ്ടായിരിക്കും എന്ന് അവൾ പ്രതീക്ഷിച്ച ഒരു കുടിലിൽ കഴിഞ്ഞ ഒരു പെൺകുട്ടിയെ നരാധമന്മാർ കശക്കി എറിഞ്ഞോ പിച്ചി ചീന്തി എറിഞ്ഞോ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിനോട് ജനങ്ങൾ നടത്തുന്ന ഈ പ്രതിഷേധത്തിൽ എന്ത് രാഷ്ട്രീയമാണ് ഇവരൊക്കെ കാണുന്നത്? ഇതിൽ രാഷ്ട്രീയമുണ്ടെങ്കിൽ ഒരൊറ്റ രാഷ്ട്രീയമുള്ളൂ. അത് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെയും പോലീസിൻ്റെയും ഇന്നത്തെ ഈ തെറ്റായ സമീപനം അവസാനിപ്പിച്ച് കാര്യക്ഷമമായ അന്വേഷണം നടത്തി യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം എന്ന ഒരൊറ്റ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തോട് സഹകരിക്കാൻ ഭരണകക്ഷിയായ കോൺഗ്രസ് തയ്യാറാണെങ്കിൽ ഞങ്ങൾ അവരോട് സഹകരിക്കാൻ തയ്യാറാണ് എന്ന് ഇന്ന് ശ്രീ പിണറായി വിജയൻ പ്രസ്താവിക്കുകയുണ്ടായി. അതിനോട് പ്രതികരിക്കാൻ ശ്രീ വേണുഗോപാലാണ് തയ്യാറാകേണ്ടത്. അതുകൊണ്ട് ഇവിടെ നടത്തുന്ന പ്രക്ഷോഭങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടതിന്റെ ഭാഗമാണ്. നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം.
അല്ല, ഇത്തരം സമരങ്ങളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഇത്തരം പ്രതിഷേധങ്ങളെ കുറിച്ചിട്ടോ ഒന്നും ഞാൻ പരാമർശന വിഷയമാക്കിയില്ല. ഞാൻ ആ സമരങ്ങൾ തെറ്റാണെന്നോ അല്ലെങ്കിൽ ഈ പ്രതിഷേധങ്ങൾ തെറ്റാണെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് എന്താണ്, ഇന്ന് കേന്ദ്രത്തിൽ നിന്ന് ഒരു മന്ത്രി വന്ന് കേരളത്തിൽ ഈ കേസ് തെളിയിക്കാൻ ഞങ്ങളെ ജയിപ്പിച്ചാൽ മതി എന്ന് പറയുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടായെങ്കിൽ ആ പൊളിറ്റിക്സിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, ഇവിടെ മോഹനൻ പറയാതെ പോയ ഒരു ഉത്തരവുണ്ട്. കാരണം ഇതിനകത്ത് രാഷ്ട്രീയം എന്ന് പറയുന്നത് മാറ്റിവെക്കാം. നമുക്ക് നമ്മളുടെ സമൂഹം എന്ന് പറയുന്നതുണ്ടല്ലോ, അതിൽ കോൺഗ്രസ്സുകാരുണ്ട്, അതിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കാരുണ്ട്, അല്ലെങ്കിൽ സാംസ്കാരിക സംഘടനകളുണ്ട്. പെരുമ്പാവൂർ എന്ന് പറയുന്ന ഈ കുട്ടിയുടെ വീടിരിക്കുന്ന പ്രദേശവുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരുമുണ്ട്, ജനപ്രതിനിധികളുണ്ട്. ഇവരെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് മുഖം തിരിഞ്ഞ് നിന്നിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ടുണ്ടായി എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ആശങ്ക കേരളത്തിലെ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട്. ഒരു പ്രതിഷേധത്തെയും ഞാനിന്ന് പ്രതിഷേധം നടത്തുന്നതിന് അനുമതി കൊടുത്തേച്ചും വന്ന ആളാണ്. ഞാൻ പ്രതിഷേധിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. കാരണം ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. പക്ഷേ ഇതിനകത്ത് ചോദ്യം ചോദിക്കുന്നതും ഉത്തരം പറയുന്നതും എല്ലാം ഒരേ ആളുകളാകുമ്പോഴേക്ക് അതിനകത്ത് വി എം സുധീരൻ ഒരു കാര്യം പറഞ്ഞു. ഇന്ന് പറഞ്ഞത് വി എം സുധീരനും പിണറായി വിജയനും അത് തന്നെ പറഞ്ഞിരിക്കുന്നു. എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട് ചെയ്യണം. പക്ഷേ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിനകത്ത് ഗവൺമെന്റ് പ്രതികരിച്ചില്ല എന്ന് പറയുന്നത്, ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു, ഒരു DGP വരെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട പിണറായി വിജയൻ പറഞ്ഞത് ഉത്തരവാദിത്വത്തോടുകൂടി ഗവൺമെന്റ് പ്രതികരിച്ചില്ല എന്ന് പറയുമ്പോൾ ആ അന്വേഷണത്തെ കുറിച്ചിട്ടാണ് ഹൈക്കോടതിയിൽ വരികയും ആ അന്വേഷണം തുടരട്ടെ എന്ന് പറയുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ അതിനകത്ത് ഇനി പുതിയ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ മറ്റേതെങ്കിലും ആളുകൾ പറയും അത് വേണ്ടായിരുന്നു, ഇപ്പോഴത്തെ അന്വേഷണം മതിയായി. നമ്മുടെ കേരളമാണിത്, മോഹനറിയാം കേരളം, എല്ലാവർക്കും അറിയാവുന്നതാണ്. കേരളത്തിൽ എന്ത് ചെയ്താലും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഓരോ താല്പര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനും എതിർക്കാനും പറ്റും. ഞാനതുകൊണ്ട് മോഹൻ ഉദ്ദേശിക്കുന്ന മാതിരി ഒരു സമരത്തെയും ഞാൻ എതിർത്തിട്ടില്ല. സമരം ചെയ്യുന്നതിനോട് എതിർപ്പില്ല, പ്രതിഷേധങ്ങളോട് എതിർപ്പില്ല. ഈ മൃഗീയമായ കൊലപാതകത്തിന് താങ്കൾ സൂചിപ്പിച്ചത് വളരെ പ്രസക്തമായ കാര്യമാണ്. പക്ഷേ ഒരു കാര്യം ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുന്നത്, അവിടെ ഉണ്ടായിരുന്നത് ഏതെങ്കിലും ഒരു മുന്നണിക്കോ ഏതെങ്കിലും നേതാക്കന്മാർക്കോ മാറി നിൽക്കാൻ കഴിയില്ല. കാരണം ആ മേഖലയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സ്വാധീനമുണ്ട്. എല്ലാവരും അവിടെ മാറി മാറി തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയും തോൽക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ എല്ലാവർക്കും തുല്യ ഉത്തരവാദിത്തമാണ് എന്ന് ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ശ്രീ എ സമ്പത്ത്, ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി, കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി കോടതി പരിഗണിച്ചുവെങ്കിലും അതിൽ നിലവിലുള്ള അന്വേഷണം തുടരട്ടെ എന്ന സമീപനമാണ് സ്വീകരിച്ചത്. ഇക്കാര്യത്തിൽ പോലീസിന്റെ വിശദീകരണം കോടതി രേഖപ്പെടുത്തുകയും ചെയ്തു. ഈ തീരുമാനം, അതായത് നിലവിലുള്ള അന്വേഷണം തുടരട്ടെ എന്നത് ഇപ്പോഴത്തെ അന്വേഷണത്തിന് ലഭിച്ച കോടതിയുടെ പിന്തുണയാണ് എന്നാണ് ആഭ്യന്തരമന്ത്രി അടക്കമുള്ളവർ വ്യാഖ്യാനിക്കുന്നത്. ക്രൈംബ്രാഞ്ചിന് കേസ് വിടുന്നത് അടക്കമുള്ള ഒരു വിഷയത്തിലേക്കും ഈ ഘട്ടത്തിൽ അതുകൊണ്ട് തന്നെ ആഭ്യന്തര വകുപ്പ് ആലോചിക്കുന്നത് പോലുമില്ല. ഇത്തരത്തിൽ CBI അന്വേഷണം ഈ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ അനുവദിക്കണമെന്ന ഹർജി നൽകുകയും അത് കോടതി ഈ രീതിയിൽ പരിഗണിക്കുകയും ചെയ്തത് സർക്കാരിന് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന് ഈ കേസ് അന്വേഷണത്തിൽ പാളിച്ച പറ്റിയെന്ന ആരോപണങ്ങളോട് അതിൽ മുഖം രക്ഷിക്കാനുള്ള അവസരമായില്ലേ? ഇവിടെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇന്ന് ഈ കേസ് സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള പരാമർശങ്ങളുടെ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. കാരണം ഞാൻ ആ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ അതിൽ അഭിഭാഷകനായിരിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ മുഴുവൻ രേഖകളും പരിശോധിച്ച ഒരാളോ അല്ല. കേസ് അന്വേഷണം നടക്കുന്ന വേളയിൽ അതിൽ ഇടപെടുക എന്നുള്ളത് ഒരു സാധാരണഗതിയിൽ കോടതി ചെയ്യാത്തതായ ഒരു കാര്യമാണ്. ഒരു കേസ് അന്വേഷണം നടക്കുന്ന വേളയിൽ ഞങ്ങൾക്കെല്ലാം അറിവുള്ള കാര്യം, പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന അദ്ദേഹത്തിന് അറിയാവുന്നത്, ഇപ്പോൾ ഇവിടെ തന്നെ രാജേഷിനോടൊപ്പം ഉണ്ട്, അഭിഭാഷകനാണ്. CN മോഹനായിരുന്നാലും അതുപോലെ തന്നെ ശ്രീ വേണുഗോപാലായിരുന്നാലും നമ്മൾ അഭിഭാഷകരുമായി ബന്ധപ്പെട്ട ആളുകൾക്കെല്ലാം അറിയാം, ഒരു ഡ്യൂട്ടി ഓഫ് ദ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ, ദ ഡ്യൂട്ടി ഓഫ് ദ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ എന്നുള്ളത് ആ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്കാണ് വാസ്തവത്തിൽ ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിൻ്റെ ചുമതല. ഇവിടെ തന്നെ സംസ്ഥാനത്ത് നമുക്കറിയാമല്ലോ, വേറെ ചില പ്രമാദമായ ചില കേസുകളിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മേൽ മുകളിൽ നിന്നുണ്ടായ സമ്മർദ്ദവും കേസ് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടായ ഇടപെടലും അതിൻ്റെ പ്രത്യുപകാരവുമെല്ലാം ഞാനിപ്പോൾ അത് ആ ഒരു കാര്യത്തിലേക്ക് ഇപ്പോൾ കടക്കുകയൊന്നുമല്ല. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് ഇൻ ദ ഐസ് ഓഫ് ലോ
ഒരു പ്രത്യേക സാങ്ക്ടിറ്റി, ഒരു പ്രത്യേക പദവി അങ്ങനെ നൽകപ്പെട്ടിട്ടുണ്ട്. അത് നിയമത്തിൽ എഴുതിവെച്ച് നൽകപ്പെട്ടതിൻ്റെ എന്ന നിലയിലല്ല ഞാൻ പറയുന്നത്. കോടതിയും ആ വീക്ഷണകോണിൽ കൂടി തന്നെയാവണം ഇതിനെ കണ്ടിട്ടുള്ളത്. ഇവിടെ ഈ അന്വേഷണ കാര്യത്തിൽ ഇനിയിപ്പോൾ അന്വേഷണം മുമ്പോട്ട് പോകുന്നത് അത് നന്നായി മുമ്പോട്ട് പോകട്ടെ എന്ന് ഞാനും ആശിക്കുകയാണ്. ഇവിടെ പ്രസക്തമായ ചില ചോദ്യങ്ങൾ ജനങ്ങൾ ചോദിച്ചതും മാധ്യമങ്ങൾ ചോദിച്ചതും അഭിഭാഷക സമൂഹം ചോദിച്ചതും പൊതുജനങ്ങൾ ചോദിച്ചതുമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഞാൻ ഇപ്പോൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഞാൻ താങ്കളോട് സംവദിച്ചതായ കാര്യങ്ങൾ, അതിനൊന്നും തന്നെ മറുപടിയില്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് മുകളിൽ നിന്നുള്ള വാക്കാലുള്ള നിർദ്ദേശമെങ്കിലും ഇല്ലാതെ ഇത്തരം ചില കാര്യങ്ങളിൽ ധൃതി കാണിക്കാൻ ഇടയില്ല. അങ്ങനെ അഥവാ ഏതെങ്കിലും ഒരു ധൃതി കാണിക്കുന്നു എങ്കിൽ അത് നേരത്തെ ഇവിടെ ഈ ചർച്ചയിൽ ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ അത്തരത്തിലൊരു പോലീസ് ഉദ്യോഗസ്ഥൻ കാക്കി അണിഞ്ഞുകൊണ്ട് ടു സെർവ് ആൻഡ് പ്രൊട്ടക്ട് എന്നുള്ള നിലയിലാണ് എങ്കിൽ അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥനായി തുടരാൻ അദ്ദേഹം യോഗ്യനേ അല്ല. ശരിയാണ് ശ്രീ അതിൽ ഒരു തർക്കവുമില്ല. ഈ കേസിൽ പോലീസിന് പറ്റിയ വീഴ്ചകൾ പിന്നീട് മുകളിലുള്ള ഉദ്യോഗസ്ഥർ അത് ശരിവെക്കുകയും പക്ഷേ നടപടി ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുമുണ്ട്. എന്തായാലും സമയം അതിക്രമിച്ചു എന്നുള്ള നിർദ്ദേശം എനിക്ക് 2 തവണ ലഭിച്ചതുകൊണ്ട് മാത്രം ഞാൻ ഇടപെടുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ എൻ വേണുഗോപാൽ, ശ്രീ പി ഗീത, സുഭാഷ് ബാബു, ശ്രീ എ സമ്പത്ത് എം പി, ശ്രീ NC മോഹനൻ, എല്ലാവർക്കും നന്ദി. നാളെ നമ്മൾ വീണ്ടും കാണുമ്പോഴെങ്കിലും ഈ ക്രൂരകൃത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ച കരങ്ങളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ നമ്മുടെ അന്വേഷണ സംവിധാനത്തിന് കഴിയുമെന്ന പ്രതീക്ഷയാണ് ഈ ഘട്ടത്തിൽ ന്യൂസ് ടുഡേ പങ്കുവയ്ക്കുന്നത്. ന്യൂസ് ടുഡേയിൽ ഒരു ചെറിയ ഇടവേള കൂടി.